നമ്മൾ പുതിയ കോളേൻ്റെ ഒരു ഫുള്ള് വീഡിയോയാണ്. എല്ലാത്തിൻ്റെയും വർക്കിംഗ് എല്ലാ കാര്യങ്ങളുള്ള ഒരു ഫുൾ വീഡിയോയാണ്. അപ്പോൾ അതാ നമ്മൾ കാളേൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പേര് കിങ് ഓഫ് മലബാർ എന്നാണ് നമ്മളെ പണ്ടത്തെ കാളേൻ്റെ പേര് തന്നെയാണ് നമ്മൾ ഇതിനോട്ടിട്ടുള്ളത്. കണ്ടില്ലേ, ഞാനിതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാണിച്ചു തരാം. ഇതിൻ്റെ ആർച്ച് നമ്മളിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ എന്താ ഈ വടി വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരാം. ഇങ്ങനെ പൊക്കിയിട്ട് വെക്കുന്ന ടൈപ്പാണ് നമ്മൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ വടിയും ഇങ്ങനെ നിർത്തിക്കുന്നത് അതിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ വടി നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ താവും. അതുപോലെ തന്നെ നമ്മൾ കൊമ്പുണ്ടല്ലോ ഇങ്ങനെ മടക്കാൻ, ബാക്കിലേക്ക് മടക്കൊക്കെ എല്ലാം പറ്റും. പിന്നെ എല്ലാ കൊമ്പും അതേപോലെ അയക്കാൻ പറ്റും കേട്ടോ. അയച്ചു വെക്കാൻ പറ്റുന്ന മോഡലാണ് എല്ലാ കൊമ്പും. ജസ്റ്റ് ഒന്ന് അയച്ച് കാണിച്ചാൽ കാണില്ല, ഇതേപോലെ അയക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ തല ആടും കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഇതേപോലെ ഈ രണ്ട് കൈത്തുമ്പമായിട്ട് വലത്തെ ഒരു പീസ് കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് ഇബടിയായിട്ട് രണ്ട് സ്ക്രൂ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും പിടിച്ചാട്ടുമ്പോൾ രണ്ടും കൂടിയിട്ട് ആടുന്നത് കേട്ടോ. അപ്പോൾ ഈ തല പിന്നെ നമ്മളിങ്ങനെ അയച്ചെടുക്കാൻ പറ്റുന്ന പോലെ ഇങ്ങനെ നമ്മൾ കുത്തിവെക്കും ടൈപ്പാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളെ ഈ ആർച്ച് സൈഡിലേക്ക് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മടക്കുന്ന ടൈപ്പാട്ടോ ഞാൻ കാണിച്ചു തരാം. ഈ ഇത് ഇങ്ങോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ ഇതിൻ്റെ ഒക്കെ ഇങ്ങോട്ട് ഈ കമ്പി എല്ലാം പെന്നിൻ്റെ നിപ്പോൾ ഒക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് രണ്ട് ഒക്കെ കൂടി ഒടിച്ച് മടക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മളുണ്ടല്ലോ ഇതിങ്ങനെ പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ അടിയിലൊരു പീസ് വെച്ചിട്ടുണ്ട്. നമ്മൾ തല കഴിച്ചിട്ട് വെക്കുമ്പോൾ നമുക്ക് വെക്കാനുള്ള സ്പേസും കൂടിയാണത്. അതേപോലെ ഇവിടെ നമ്മൾ ഒരു കുളത്ത് കൊടുത്തിട്ടുണ്ട്. ആ വടിക്കഷ്ണ കുളത്തിൽ കുടുക്കിയിടണം. എന്നിട്ട് ഇങ്ങനെ നിർത്തും. നമ്മൾ ഈ ആർച്ചെല്ലാം മടക്കാനായിട്ട് പറ്റും. ഇത് രണ്ട് ഭാഗത്തെയും പറ്റും. രണ്ടിടത്തും ഇങ്ങനെ പിന്നിട്ട് കൂടി ആണ് രണ്ട് ഭാഗത്തെയും പറ്റും. അതുപോലെ തന്നെ അടിയിൽ നമ്മൾ രണ്ട് ഭാഗത്തും ടയറൊക്കെ കൊടുത്തിട്ടുള്ളത്. മോഡലിൻ്റെ വീടൊക്കെ നമ്മുടെ ചാനലുണ്ടായിരുന്നു. ഫുള്ള് വൈക്കോലാണ് തുണിയൊക്കെ വെച്ച് കെട്ടിയത്. പിന്നെ ഫുള്ള് മോഡലിൽ വരുന്നത് ഫുള്ള് കാർഡ്ബോർഡാട്ടോ, മടക്കുന്ന ടൈപ്പിൽ ഇങ്ങനെ വെട്ടിയെടുത്തതിൻ്റെ ശേഷം ഇവിടെ അങ്ങനെ പീസ് ഇങ്ങനെ വെച്ചിട്ടാക്കി മടക്കണ പോലെ ആക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പശ മുളകെണ്ണാണ്. ഇവിടെ അങ്ങനെ ഓട്ടാക്കിയിട്ട് ഇതിൻ്റെ ഇവിടെ ഇതാക്കിയിട്ടാണ് നമ്മൾ കൊമ്പായിൽ കുത്തി വെക്കുന്നത്. പിന്നെ നമ്മുടെ ഈ കാളേൻ്റെ ഇതൊക്കെ കൊമ്പ് നമുക്ക് ഇങ്ങനെ ബാക്കിക്കാക്കാനൊക്കെ പറ്റും. ഏത് ഷേപ്പിലും ഇങ്ങനെയൊക്കെ ആയിട്ടും. നിങ്ങൾ കൊമ്പുണ്ടാക്കുമ്പോൾ എല്ലാതും ഒരേ ഷേപ്പിൽ എല്ലാതും ഒരേ മരി ഉണ്ടാക്കാൻ നോക്കുക. ഞാൻ ഉണ്ടാക്കിയപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിച്ചാൽ മതി. നമ്മളതിൻ്റെ കൈത്ത് നമ്മൾ വേറെ ആക്കിയിട്ട് വെച്ചുള്ളത്. ഇതിൻ്റെ ഒപ്പം ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉടലിൻ്റെ ഒപ്പത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ വൈക്കോലാകുമ്പോൾ നിർത്തുന്നത്. നമ്മളിവിടെ തെർമാക്കോൾ വേറെ പീസ് ആർച്ചുമ്പോൾ വെച്ചിട്ടാണ്. മോൾ ഭാഗത്ത് ആർച്ച് കുറച്ച് കട്ടി കൂട്ടിയിട്ട് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കി ഇവിടെ ഒരു തെർമാക്കോളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആർച്ചിൻ്റെ മോഡലിൽ നിന്ന് വരുന്നത് നമ്മളൊരു ഇന്ത്യൻ്റെ ചിഹ്നം കാര്യങ്ങളും പിന്നെ 3 റൗണ്ടും അതുപോലെ തന്നെ പിന്നെ ഫ്രണ്ടിലത്തെ ആർച്ച് നമ്മൾ ഇവിടെയൊക്കെ ഏകദേശം കതിരൻ്റെ പോലെയും ഇവിടെയൊക്കെ നമ്മൾ ഏകചത്രാവതിൻ്റെ ഒക്കെ ചെറിയ മോഡൽ മാതിരിയാണ്. നമ്മൾ പിന്നെ ബിഗ് ബീൻ്റെ ഒക്കെ ആ ആർച്ച് പോലെയൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിട്ടാണ് ആക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ബാക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു വാലും കൂടി വെക്കാനുണ്ട്. ബാക്കി എല്ലാ പരിപാടിയും നമ്മൾ തെർമാക്കോളായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ തെർമാക്കോൾ അങ്ങനത്തെ ഉള്ളിലൊക്കെ അങ്ങനെ ചെറിയ വിടവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പുറത്തേക്ക് കാണില്ല. അതുപോലെ തന്നെ ഈ കണ്ണിങ്ങനെ പൊന്തിക്കാൻ വേണ്ടി നമ്മളിവിടെ ക്ലേ വെച്ചിട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൽ നോക്കിയാൽ ഇപ്പോൾ ഇതാണ് ലുക്ക്. കൊമ്പും കൂടി ഞാൻ വെച്ചിട്ട് ആർച്ച് ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. വയസ്സ് കണ്ടില്ലേ, ആർച്ചൊക്കെ ഫിറ്റ് ചെയ്തൊക്കെ ശരിയാക്കിയിട്ടാണ് നമ്മളിത് അതേപോലെ ഉണ്ടാവും കാണാൻ. ഏകദേശം സൈസ് ഞാൻ കാണിച്ചു തരാം. ക്യാമറ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. ഉണ്ടല്ലേ ഇതിൻ്റെ ഏകദേശം കാണണ്ടാവില്ല. പിന്നെ എന്നാലും ഇതിൻ്റെ ഏകദേശം ഇത്രയ്ക്ക് സൈസ് ഉണ്ട്. നമ്മളിങ്ങനെ ചെറുതായിട്ട് പെട്ടെന്നൊക്കെ പോകും. കാരണം നമ്മൾ കാർഡ്ബോർഡാണല്ലോ, അടി കാറ്റുണ്ടാലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് കുറച്ച് ക്ഷമ വേണം. ഞങ്ങൾക്ക് ശരിയല്ല കണ്ടത്തിൻ്റെ ഇത്രയും വലിപ്പം ഉണ്ടാവും. ഇതൊരു ഓടൽ കുറച്ച് ചെറുതായിട്ടുണ്ടായിരുന്നു, പക്ഷേ
നമ്മളത് ശരിയാക്കി. ഉടലിപ്പോൾ എല്ലാം കളഞ്ഞ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് അടിച്ച വീടൽ വേണം.